പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആലപ്പുഴ പലപ്പോഴും രക്തപങ്കിലമായിരുന്നു. ഈ ആലപ്പുഴക്ക് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. നിരവധി സമര പോരാട്ടങ്ങൾക്ക് വേദിയായ മണ്ണാണ്. ഇവിടെ തന്നെയാണ് കെ എസ് ഷാൻ എന്ന ധീരനായ പോരാളിയുടെ രക്തം ഇറ്റിറ്റ് വീണത്. നമുക്കറിയാവുന്ന കെ എസ് ഷാനുണ്ട്. അത് സ്നേഹത്തിന്റെ അങ്ങേയറ്റത്തെ സഹിഷ്ണുതയുടെ മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ ഏറെ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന, ആരെയും പിണക്കാത്ത, ആരുമായും പിണക്കം നടിക്കുകയോ പിണക്കം സൃഷ്ടിക്കുകയോ ചെയ്യാത്ത, ഏവരുമായി ഇണങ്ങി ഏവരുമായി സൗഹൃദം പങ്കിട്ട് എല്ലാവരുടെയും അടിയിൽ എന്ന പ്രയോഗത്തിലൂടെ അങ്ങേയറ്റം മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചുപറ്റിയ ധീരനായ ഒരു സമര പോരാളി. പക്ഷെ ആ ഷാൻ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ സന്ദേശം എന്ന് പറയുന്നത്, അത് സോഷ്യൽ ജസ്റ്റിസിന്റേതാണ്, അത് സാമൂഹ്യ നീതിയുടേതാണ്. ഷാൻ എന്തുകൊണ്ട് അക്രമികളാൽ ഈ രാജ്യത്തെ ഫാഷിസ്റ്റ് ശക്തികളാൽ കൊല ചെയ്യപ്പെട്ടു എന്നതിന്റെ ഉത്തരം അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആദർശം മാത്രമാണ്. ഷാൻ എന്ന വ്യക്തി എന്ന നിലക്ക് ആലപ്പുഴക്കാർക്കറിയാം. എന്നെ വ്യക്തിപരമായി എനിക്ക് അങ്ങേയറ്റം പരിചയമുള്ള വ്യക്തിത്വമായിരുന്നു ഷാൻ സാഹിബ്. എന്നെപ്പോലെ അതിനേക്കാൾ അപ്പുറം ഈ മണ്ണിൽ അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് അദ്ദേഹത്തിന്റെ സ്നേഹം കൈപ്പറ്റിയ, അദ്ദേഹവുമായി അങ്ങേയറ്റം ഇണങ്ങി ജീവിച്ച നമ്മുടെ ജനങ്ങൾക്കറിയാം. ഷാൻ എന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ അദ്ദേഹം അങ്ങേയറ്റം സ്നേഹസമ്പന്നനായിരുന്നു. എന്നിട്ട് പോലും ഈ രാജ്യത്ത് ഫാഷിസ്റ്റ് കശ്മലർ അദ്ദേഹത്തിന്റെ ജീവനെടുത്തു. ഒറ്റ കാര്യമേ ഉള്ളൂ, അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം, അദ്ദേഹം ഈ രാജ്യത്ത് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണത്തിനും വേണ്ടി അദ്ദേഹം അങ്ങേയറ്റുള്ള പ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമായി നിലകൊണ്ടു എന്നത് മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ട്. നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ സ്ഥിതി എന്താണ്, ഈ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ എന്താണ്, ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ രാജ്യം ഇന്ന് അശാന്തിയുടെ, നമ്മുടെ രാജ്യം ഇന്ന് അങ്ങേയറ്റത്തെ അക്രമത്തിന്റെ, ഈ രാജ്യം ഇന്ന് അങ്ങേയറ്റം ജനവിരുദ്ധമായ, ഈ രാജ്യം ഇന്ന് അങ്ങേയറ്റത്തെ ഈ രാജ്യത്തെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണമായ ഒരു കലുഷിത അന്തരീക്ഷത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അത് ഈ രാജ്യത്തിന് അങ്ങേ തരത്തിട്ട്, അത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണെങ്കിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇങ്ങ് തെക്കാണെങ്കിൽ പോലും രാജ്യത്തിന്റെ സകലമാന സ്റ്റേറ്റുകളിലും ഒരേ രീതിയിലുള്ള സമാനമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു. അങ്ങനത്തെ രാജ്യത്തെക്കുറിച്ച് എന്താണ് ഇന്നത്തെ ലോകത്തിന്റെ കാഴ്ചപ്പാട്? ഈ രാജ്യത്തെക്കുറിച്ച് ഇന്നത്തെ ലോകത്തിന്റെ സമീപനം എന്താണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷകരമായി ജീവിക്കുന്ന ജനതകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു സർവേ നടത്തിയപ്പോ 147 രാജ്യങ്ങളെ സർവേ നടത്തി. ആ സർവേയിൽ ഇന്ത്യയുടെ സ്ഥാനം കണക്കാക്കിയത് 126-ാമതാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും അശാന്തി നിൽക്കുന്ന മ്യാൻമറിനെ പോലെ, അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന രാജ്യങ്ങളെ പോലെ, ഫലസ്തീനെ പോലെ, അതല്ലെങ്കിൽ ഈ രാജ്യത്ത് അങ്ങേയറ്റം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജനങ്ങൾ തമ്മിൽ കലുഷിതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ രാജ്യം നിലകൊള്ളുന്നത്. ശാന്തിയില്ല, ഇവിടെ സമാധാനമില്ല, സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യം ഇന്ത്യ രാജ്യത്തെ ഭരണകൂടത്തിന് സാധ്യമാക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ പറയുന്നതല്ല. ഈ രാജ്യത്തെ ശത്രുരാജ്യമോ പറയുന്നതല്ല. ലോകത്ത് കൃത്യമായി ലോകരാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും സന്തോഷകരമായി ജീവിക്കുന്നതിന്റെ അവസ്ഥാവിശേഷങ്ങളും പഠിച്ചുകൊണ്ടാണ് ലോകത്ത് ഇങ്ങനെ ഒരു ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുകയും ആ ഇൻഡെക്സിൽ ഏറ്റവും ഇങ്ങേ തലക്കൽ 126-ാം സ്ഥാനമായി ഈ രാജ്യം നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു രാജ്യത്താണ് നാം നിലകൊള്ളുന്നത്. അങ്ങനെ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഈ പ്രകൃതത്തിനെതിരെ, ഈ രാജ്യത്തിന്റെ ഈ ജനവിരുദ്ധമായ നിലപാടുകൾക്കെതിരെ
ശക്തമായി നിലകൊണ്ടതാണ് ഷാൻ സാഹിബ് നമുക്ക് ഈ രാജ്യത്തിന് നമുക്ക് നഷ്ടപ്പെട്ടത്. രക്തസാക്ഷിത്വം ഒരു മഹത്തരമാണ്. അത് സാധ്യമാകുക എന്ന് പറയുന്നത് പോലും ഒരർത്ഥത്തിൽ ഭാഗ്യമാണ്. മഹാനായ അല്ലാമ ഇഖ്ബാൽ ലോക കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചില 4 വരികളുണ്ട്. ഷഹീദ് കി ജോ മൗത്ത് ഹൈ वो जिंदगी है, शहीद की जो मौत है वो जिंदगी है, खाक में मिल जाने वो भी एक तरह से जिंदगी है, खाक में मिल जाने वो भी एक तरह से जिंदगी है, मौत से पहले ही मर्तबा ये शहादत मिल गया, इसलिए तू खुशी है दिल शहीद के लिए. ഷഹീദ് കെ ജോ മൗത്ത് ഹെ, ഷഹീദിന്റെ മരണം, രക്തസാക്ഷിയുടെ മരണം എന്ന് പറയുന്നത് ഓ ജിന്ദഗി ഹെ, ഓ ജീവിതമാണ്. ഷഹീദ് മരിക്കുന്നില്ല, രക്തസാക്ഷി മരിക്കുന്നില്ല. ഷഹീദ് കി ജോ മൗത്ത് ഹെ, ഷഹീദിന്റെ ഏതൊരു മരണമുണ്ടോ ഓ ജിന്ദഗി ഹെ, അത് ജീവിതമാണ്. ഖാക്ക് മേ മിൽ ജാനെ ഓ ഭി ഏക് തർഹ് സേ ജിന്ദഗി ഹെ, ഷഹീദ് മണ്ണിലേക്ക് അടിയുമ്പോൾ അവിടെയും ജീവിതമാണ്. നമ്മുടെ ശരീരം മണ്ണിലേക്ക് അടിയുമ്പോൾ അവിടെയും ഒരു ജീവിതം ആരംഭിക്കുകയാണ്. അതും മരിക്കുന്നില്ല, ഷഹീദ് മരിക്കുന്നേയില്ല. മൗത്ത് സേ പഹലെ ഹി മർത്തബായെ ഷഹാദത്ത് മിൽ ഗയാ, ഷഹീദ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഷഹാദത്ത് ലഭ്യമാകുന്നു. ഷഹീദാകാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഷഹാദത്തിന്റെ മനസ്സുമായി നിൽക്കുന്ന ഒരാൾക്ക് ഷഹാദത്ത് ലഭ്യമാകുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഷഹാദത്ത് ലഭ്യമാകുന്നു എന്നാണ് കവി പറയുന്നത്. അതുകൊണ്ട് തന്നെ തൂ ഖുശി ഹേ, അത് സന്തോഷവാനാണ്, ഹാപ്പിയാണ്. മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഷഹാദത്ത് ലഭ്യമാവുന്നത് കൊണ്ട് അവൻ സന്തോഷവാനാണ് എന്നാണ് കവി പറയുന്നത്. രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അലർജി ഉണ്ടാകുന്നതോ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതോ നമ്മെ ആലോചനപ്പെടുത്തുന്നതോ അല്ല. മറിച്ച് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അത് അമർഹെ, അത് നിരന്തരമായി ജീവിക്കുന്ന സമൂഹങ്ങളിൽ അവരുടെ പിന്നീടുള്ള ആ സമൂഹത്തിലെ ഓരോ മനുഷ്യൻ അന്തരാളങ്ങളിലും കത്തിച്ചൊലിച്ചു നിൽക്കുന്ന, അവരുടെ അമരത്വം നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷഹാദത്ത് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ കൊന്നുകൊണ്ട് ഒരാളെ ഭൂമി ഇല്ലാതാക്കിയത് കൊണ്ട് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ആശയത്തെ, ആദർശത്തെ, ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജനവിഭാഗത്തെ അരികുവലിക്കാനോ അവരില്ലാതാക്കാനോ അവരുടെ ആശയത്തെയോ അവരുടെ ആദർശത്തെയോ അവരുടെ പ്രത്യയശാസ്ത്രത്തെയോ ഇല്ലാതാക്കി രാജ്യം സംശുദ്ധമാക്കാമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയുന്നു, ഇതുപോലുള്ള 100 ഷഹാദത്തുകൾ, 1000 ഷഹാദത്തുകൾ ഏറ്റുവാങ്ങാൻ ഈ സമൂഹം തയ്യാറാണ് എന്ന് മാത്രമേ അവരോട് പറയുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ അങ്ങേയറ്റം പുലുകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. ഷാൻ സാഹിബിന്റെ ഷഹാദത്തിന് ശേഷം നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഈ രാജ്യത്തെ ഗവൺമെന്റ്, പ്രത്യേകിച്ചും കേരളത്തിന്റെ ഗവൺമെന്റ് അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഈ രാജ്യത്തെ ഒരു സഹജീവിയോട് ഇവിടുത്തെ ഫാഷിസ്റ്റ് ശക്തികളാൽ ഈ രാജ്യത്തെ അങ്ങേയറ്റം ഉറപ്പുളവാക്കുന്ന, ഈ രാജ്യത്ത് അശാന്തി വിതറുന്ന, ഈ രാജ്യത്ത് അസമത്വമുണ്ടാക്കുന്ന, ഈ രാജ്യത്ത് ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, പരസ്പരം കലയിപ്പിക്കുന്ന, ഈ രാജ്യത്തിന് ശത്രുക്കളായ RSSകാരാൽ കൊല ചെയ്യപ്പെട്ട ഒരു സഹോദരന്റെ കേസ് പോലും അതിന് കൃത്യമായി പബ്ലിക് പ്രോസിക്യൂട്ടർ വെക്കാതെ അതിന്റെ ശരിയായ സമയത്ത് തന്നെ അതിന്റെ വിചാരം തുടങ്ങാതെ അങ്ങനെ അങ്ങേയറ്റം നീട്ടിക്കൊണ്ടുപോയി വളരെ മോശമായ, ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ഭീവത്സമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഈ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ്, ഈ സംസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഗവൺമെന്റ് ഈ ഷാൻ എന്ന സഹോദരനോട് കാണിച്ചിട്ടുള്ളതെന്ന് പറയാതിരിക്കാനും മോഹമില്ല. എന്താണ് ആലോചിച്ച് നോക്കൂ, എന്താണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് ചെയ്യുന്നത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് RSSകാർക്ക് വളമിട്ട് കൊടുക്കുന്ന, അവർക്ക് സംസാരിക്കാൻ, അവർക്ക് ഈ രാജ്യവിദ്വേഷം വിളമ്പാൻ, ഈ രാജ്യവിദ്വേഷം പരത്താനുള്ള എല്ലാവിധ അവിഹിതമായ മാർഗങ്ങളും വിട്ടുകൊടുക്കുന്ന തെറ്റായ മാർഗങ്ങളിലൂടെ ഈ രാജ്യത്ത് അശാന്തി ഉണ്ടാക്കാനുള്ള എല്ലാവിധ കർമ്മങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഏറ്റവും അടുത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ, അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു വളരെ നിരുപദ്രവകരമായ ഒരു എക്സൈസിനെ അങ്ങേയറ്റത്തെ വർഗീയത കാണിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞ STPക്കാരാണ്,
പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്, അവരൊക്കെയാണ് ഇതുണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ പിന്നീട് അദ്ദേഹം മലക്കം മറിഞ്ഞു. മലക്കം മറിഞ്ഞപ്പോഴുണ്ടായ വസ്തുത എന്താണ് നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പത്രങ്ങളും ദേശീയ തലത്തിലുള്ള മുഴുവൻ വാർത്താ മാധ്യമങ്ങളും മാക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ മുറയെ അങ്ങേയറ്റം വിദ്വേഷം വരുത്തുന്ന മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകമായ കല, ഒരു ആയുധ കലയാണെന്നും അത് രാജ്യത്തെ ഹിന്ദുക്കൾ തകർക്കാനുള്ള ഒന്നാണെന്നും രാജ്യത്തെ ഹിന്ദുത്വ മീഡിയകൾ രാജ്യവ്യാപകമായി ലോകവ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ദേശീയ പത്രങ്ങൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ പലപ്പോഴും എങ്ങനെയാണ്, പലപ്പോഴും ഇസ്ലാമോഫോബിക്കായി അവർ അങ്ങേയറ്റത്തെ തരം താഴ്ന്ന രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. ഇത്തരം ഒരു ഇസ്ലാമോഫോബിക് വാർത്താ ശൃംഖലയെ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിന് നേരെ തിരിച്ചുവിടാനാണ് നമ്മുടെ മോഹനൻ മാസ്റ്റർ ശ്രമിച്ചത്. ഇത് മോഹനൻ മാസ്റ്റർ മാത്രമല്ല, ഇതുപോലെ മുമ്പ് ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ചെയ്തിരുന്നു. രാജ്യത്തില്ലാത്ത, രാജ്യത്ത് യാതൊരു രീതിയിലും അങ്ങനെ ഒരു സംഭവം പോലും ഇല്ലാത്ത ലവ് ജിഹാദി എന്ന ഒരു ആശയം പോലും RSSന് ഇട്ടുകൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ അങ്ങേയറ്റത്തെ മുസ്ലിം വിരുദ്ധത ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ആവശ്യമായ മരുന്നിട്ട് കൊടുത്തത് വി എസ് അച്യുതാനന്ദനായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മലപ്പുറത്ത് കുട്ടികൾ ജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞ് മലപ്പുറത്തിനെതിരെ ഒരു ജനകീയ വികാരം ഉണ്ടാക്കാൻ പോലും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ശ്രമം എവിടേക്കാണ് പോകുന്നത്? RSS നടത്തുന്ന കള്ളപ്രസംഗങ്ങൾ എല്ലാ കാലത്തും RSS സിദ്ധാന്തമാണ് ഈ രാജ്യത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രീതി നമ്മുടെ രാജ്യത്ത് ഒരു കുഴപ്പമുണ്ടാക്കണമെങ്കിൽ ഈ രാജ്യത്ത് ഇവിടുത്തെ മുസ്ലിങ്ങളെ പോലെ ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ, ഇവിടുത്തെ ക്രിസ്തീയ ജനവിഭാഗങ്ങളെ, ഇവിടുത്തെ സിഖ് ജനവിഭാഗങ്ങളെ ഒക്കെ അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനുമുള്ള സ്വാശക്തിയുടെ ശ്രമത്തിൽ അവർ നടത്തുന്ന 3 രീതികളുണ്ട്. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഒരു ജനകീയമായ ഒരു പൊതുബോധം ഉണ്ടാക്കുക എന്നതാണ്. ആ പൊതുബോധം വാർത്താ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ നമുക്ക് ഉണ്ടാക്കും. ഒരു തെറ്റിനെ, ഒരു കളവിനെ, ഒരു സത്യത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത കളവിനെ അവർ 100 വട്ടമല്ല 1000 വട്ടം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ 1000 വട്ടം പറയുന്ന കളവുകൾ ഒരു വർഷം കൊണ്ടല്ല, 10 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ ആയിരിക്കും ഈ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ കളവുകൾ പ്രചരിപ്പിക്കുമ്പോൾ തലമുറകളിലേക്ക് അത് വരുമ്പോൾ സത്യമായി തോന്നുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ പരസ്പരം തമ്മിൽ തല്ലുന്നതും മുസ്ലിങ്ങളെ കാണുമ്പോൾ കൊല്ലാനുള്ള മനസ്സോടുകൂടി ഈ രാജ്യത്തെ ഹൈന്ദവരെ പ്രാപ്തമാക്കുന്നതും ഈ രീതിയിലുള്ള തെറ്റായ പ്രചാരണത്തിലൂടെയാണ്. അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കും. പിന്നീട് അവർ ചെയ്യുക കലാപമുണ്ടാക്കും. പിന്നീട് ആ കലാപമുണ്ടാക്കിയാൽ അല്ലെങ്കിൽ അതിക്രമം ഉണ്ടാക്കും. ഇപ്പോൾ ബാബരി മസ്ജിദിനകത്ത് ബാബരി മസ്ജിദിനകത്ത് പ്രതിഷ്ഠിച്ചതുപോലെ അതുപോലെ തന്നെ മറ്റു പല മസ്ജിദിനകത്തും ആ മസ്ജിദിനകത്ത് അവിടുത്തെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ വിഗ്രഹങ്ങളും കൊണ്ടുള്ള തെറ്റായ പ്രചാരം നടത്തി ഈ രാജ്യത്തെ ജനങ്ങളെ പൊതുബോധം ആ രീതിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരാക്കി അല്ലെങ്കിൽ ആ പള്ളിയെ, ആ സ്ഥലത്തെയൊക്കെ അവരുടെ ആരാധനാലയമാക്കി മാറ്റി ജനങ്ങളുടെ ഇടയിൽ ഭീതി വളർത്തുന്ന രീതിയാണ് അവർ കൊണ്ടുവരിക. അങ്ങനെ പൊതുബോധം ഉണ്ടാക്കും. പിന്നീട് അതിക്രമിച്ച കാരണം പിന്നീട് കോടതിയിൽ പ്രവേശിക്കും. എന്താ കോടതിയുടെ സ്ഥിതി? കോടതികൾ പലപ്പോഴും വളരെ തെറ്റായ രീതിയിലാണ് വിധി നൽകുക. സത്യത്തോട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ, നീതിയുടെ അടിസ്ഥാനത്തിലോ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലാതെ, മറിച്ച് വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ താല്പര്യ അടിസ്ഥാനത്തിൽ വിധി പറയുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടത്. ഇങ്ങനെയാണ് ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭിന്നിപ്പിന്റെ ശക്തികളെയാണ് നമുക്ക് എതിർത്ത് തോൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം അശാന്തിയുടെ ഒരു മണ്ണായി ലോകം ചിത്രീകരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശക്തികൾക്കെതിരെ ശക്തമായ നിലകൊള്ളേണ്ടതുണ്ട്. നമുക്ക് ഷാൻ നൽകുന്ന സന്ദേശം, ഷാന്റെ ജീവിതത്തിലൂടെ നൽകിയ സന്ദേശം അത് മാത്രമാണ്. നമുക്ക് ഈ രാജ്യത്തെ പൊതുശത്രുവിനെ നമുക്ക് നേരിടണം. ഇവിടെ അശാന്തി നൽകുന്നവർ, ഇവിടെ അശാന്തി വിതക്കുന്നവർ, ഈ രാജ്യത്തെ സ്നേഹത്തോട് ജീവിക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം തല്ലിക്കുന്നവർ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 ആളുകൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പരസ്പരം മിണ്ടാൻ പോലും തയ്യാറാവുകയില്ല. 2 ആളുകൾ പരസ്പരം ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും തയ്യാറാകില്ല. അടുത്തിരിക്കുന്ന ആൾ ഏത് മതസ്ഥനാണെന്ന് നോക്കിയിട്ടും പലപ്പോഴും സംസാരിക്കുക. ഹിന്ദുവിനും മുസൽമാനും തമ്മിൽ, ക്രിസ്ത്യനും സിഖുകാരും തമ്മിൽ, അതല്ലെങ്കിൽ ജൈനനും മറ്റു മതക്കാരും തമ്മിൽ
പരസ്പരം മുഖത്ത് നോക്കി വിശ്വാസത്തോടുകൂടി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും കഴിയാത്ത വിധം ജനങ്ങളെ ഭിന്നിപ്പിന്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ശക്തികൾ. അതിന് വളക്കൂറുള്ള മണ്ണാക്കുകയാണ് കേരളത്തിലെ സർക്കാരുകൾ. കേരളത്തിലെ സർക്കാർ സ്ഥിതി ആ രീതിയിലേക്ക് തരം താണിരിക്കുന്നു. ഇന്ന് കേരള സർക്കാർ ശക്തികളുടെ കുഴലൂത്തുകാരും അവർക്ക് ഈ രാജ്യത്ത് വിഷം വിതക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്ത് അശാന്തി വേണ്ടി അവർക്കുള്ള അജണ്ട നിശ്ചയിച്ചു കൊടുക്കുകയാണ് കേരള സർക്കാർ. ഏറ്റവും അവസാനമായി ഇന്ന് നമ്മൾ വാർത്തകൾ വായിക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അദ്ദേഹം പോലീസ് മേധാവിയായി നിൽക്കുമ്പോൾ രണ്ട് മതക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം ഒരു മതത്തിലെ ആളുകളുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് അജിത് കുമാർ എന്ന SP മലപ്പുറം ജില്ലയിലും അതുപോലുള്ള മറ്റു സ്ഥലങ്ങളിലും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കെ വളരെ തെറ്റായ രീതിയിൽ, ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത, ഒരിക്കൽ പോലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത വളരെ മോശപ്പെട്ട രീതിയിൽ ഈ ഇതിന്റെ മതേതര സ്വഭാവത്തെയും ഈ രാജ്യത്തെ ജനാധിപത്യ സ്വഭാവത്തെയും നശിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക മതത്തിന് നേരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് കേസ് ചാർജുകൊണ്ട് ഒരുപാട് കേസുകൾ ഉണ്ടാക്കി ഇവിടെ മതപരമായി ഭിന്നിപ്പുണ്ടാക്കുന്ന, മതപരമായി ജനങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ DGP ആയി പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് പദവി നൽകിയിരിക്കുകയാണ് കേരളത്തിന്റെ സർക്കാർ. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കും അദ്ദേഹത്തിന്റെ മരുമകനുമൊക്കെയുള്ള എതിരായിട്ടുള്ള പല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെയും തടയിടാനും അതിനെ പ്രതിരോധിക്കാനും കേരളത്തിന്റെ ജനാധിപത്യ മര്യാദകളെയും കേരളത്തിന്റെ ഇവിടത്തെ നിൽക്കുന്ന മതസഹിഷ്ണുതയെയും കച്ചവടം ചെയ്യുകയാണ്, അല്ലെങ്കിൽ വിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ RSSന് കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ. ഇത് നാം തിരിച്ചറിയണം. എന്തടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ DGP ആയി ഇപ്പോൾ സ്ഥിരപ്പെടുത്തി അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുത്തതെന്ന് നാം പരിശോധിക്കണം. ശരിക്കും അദ്ദേഹത്തിന് വരുന്ന ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ അദ്ദേഹം അർഹനല്ലാതാവുമായിരുന്നു. പക്ഷെ ആ പ്രൊമോഷന് കൊടുക്കാൻ അദ്ദേഹത്തിന് നടപടിയെടുക്കാതെ നിലനിർത്തിയത് ഇതുപോലുള്ള ഒരു ഉയർന്ന തസ്തികയിലേക്ക് അദ്ദേഹത്തെ നിയമിക്കാൻ വേണ്ടിയുള്ള കള്ളക്കള്ളം നടത്തിയത് കൊണ്ടാണ്. അദ്ദേഹത്തിനെതിരെ വന്ന മുഴുവൻ ആരോപണങ്ങളും ഒന്നും അതിനെ തടയിടാനോ അല്ലെങ്കിൽ ആ ആരോപണത്തെ കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കാനോ നമ്മുടെ പിണറായി വിജയൻ തയ്യാറാകാതെ പോയത്. നമ്മൾ ഭയങ്കരമായ ഒരവസ്ഥയാണ് കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. RSSന് വഴങ്ങി, സംഘപരിവാറിന് വഴങ്ങി കേരളത്തിന്റെ സഹിഷ്ണുതയെ, മതസഹിഷ്ണുതയെ, കേരളത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തെ, സ്നേഹത്തെ അങ്ങേറ്റം പണയം വെച്ച് അല്ലെങ്കിൽ അത് RSSന് അടിമപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത്. നമുക്കിവിടെ ഇതിനെതിരെയും ജനവികാരം എന്ന് വരേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ രാജ്യത്ത് ഇന്ന് നിൽക്കുന്ന അങ്ങേയറ്റത്തെ മതസഹിഷ്ണുതയ്ക്കെതിരായ, നമ്മുടെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനെതിരായ, ജനാധിപത്യ ബോധത്തിനെതിരായ, ഭരണഘടനയ്ക്കെതിരായ എല്ലാവിധ പേക്കുതൽക്കെതിരെയും ശക്തമായി പോരാടാൻ ഷാൻ സാഹിബിന്റെ രക്തസാക്ഷിത്വം നമുക്ക് കരുത്തു നൽകും എന്ന് യാതൊരു സംശയമില്ല. ഷാൻ സാഹിബിന്റെ രക്തസാക്ഷിത്വത്തിലൂടെ ഈ രാജ്യത്ത് ഈ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇത് RSSനെതിരെ, ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ഈ രാജ്യത്തിന്റെ സംഘ പരിവാശക്തികൾക്കെതിരെ ധീരമായി നിലകൊള്ളാനും ആ പാതയിൽ ഉറച്ചു നിൽക്കാനുമുള്ള ധീരമായ സന്ദേശമാണ് ഷാൻ സാഹിബ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം നമുക്ക് തന്നത്. ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അദ്ദേഹത്തിനോടുള്ള നമ്മുടെ കടപ്പാട് തീരുന്നത്, അദ്ദേഹത്തോടുള്ള നമ്മുടെ സ്നേഹം അവസാനിക്കുന്നത് നമ്മൾ ആ പാതയിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെയാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ ഷഹീദ് ഷാൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം അറിയിച്ചുകൊള്ളുന്നു. ജയ് SDPI, ജയ് ഹിന്ദ്.